കോഴിക്കോട്ട് ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരുക്ക്. സൗത്ത് ബീച്ചിലുണ്ടായിരുന്നവർക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ലോറിയുടെ മുകളിൽ കയറി ജോലി ചെയ്യുകയായിരുന്ന 2 പേർ മിന്നലേറ്റ് താഴെ വീണു. പോകാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ ഈ എടുക്കുന്ന പണി വെള്ളം കയറ്റുന്നതാണ് പോലെയാണ്. വെള്ളം നിറച്ചിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ അത് കയറ്റി കൊടുക്കുന്ന ടൈമിലാണ് ഇത് തട്ടുന്നത്. അപ്പോൾ നമ്മൾ 5-10 പേരുണ്ട്. 5-10 പേരിൽ ഒരു 4-5 ആൾക്ക് ഇത് സംഭവിച്ചിരിക്കണം. മിന്നൽ മുടങ്ങി എല്ലാവരും വീണുപോയി. തലക്ക തട്ടിയത്, ബാക്കിയുള്ളവർക്ക് കാലിനും മേത്തൊക്കെ തട്ടിക്കണേ. വണ്ടീൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഓനിക്കാണ് കൂടുതൽ തട്ടിയത്. ഓനാണ് ഐസിയിലുള്ളത്. ഇപ്പം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ അപകടം ഉണ്ടായത് എപ്പോഴാണ്? ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കാണോ ഇടിമിന്നലേറ്റത്? അനുജ, ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കും ചില സാധനങ്ങൾ വാങ്ങുന്നതിനായി സൗത്ത് ബീച്ചിലേക്ക്, അതായത് മത്സ്യം ഉൾപ്പെടെ വാങ്ങുന്നതിനായി സൗത്ത് ബീച്ചിലേക്ക് എത്തിയവർക്കുമാണ് ഈ ഇടിമിന്നലിൽ പരിക്കേറ്റത്. ഉച്ചസമയത്ത് കോഴിക്കോട് നഗരത്തിൽ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇടിയും മിന്നലും ശക്തമായി ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ്, അതായത് ഏതാണ്ട് 12:30 കഴിഞ്ഞ സമയത്താണ് ഈ ഒരു അപകടം നടന്നത്. ബീച്ചിൽ ജോലി ചെയ്തിരുന്നവർ, അതിൽ ചിലർ ഈ കടലിൽ നിന്ന് വെള്ളം ടാങ്കുകളിൽ ശേഖരിക്കുന്ന ചിലരുണ്ടായിരുന്നു. അവരാണ് ഈ ലോറിയിലേക്ക് ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നതിനിടെ ഇവർക്ക് ഇടിമിന്നലേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലോറിക്ക് മുകളിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അതിനിടയിൽ ഇവർ ലോറിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടിമിന്നലേറ്റ് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്നവർ, അതായത് ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു ചിലരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. 17 വയസ്സുകാരൻ ഉൾപ്പെടെ ഇടിമിന്നലേറ്റിട്ടുണ്ട്. അതിൽ അഷ്റഫ് എന്നയാൾ നിലവിൽ അല്പം ഗുരുതരമായി, അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മറ്റുള്ളവർ ബീച്ച് ജനറൽ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരെ നിലവിൽ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം, വലിയ ഈ ഒരു ജീവാപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് 7 പേർക്ക് ഇടിമിന്നൽ പരിക്കേറ്റത്. അതിൽ ഒരാളുടെ നില ഒരൽപ്പം ഗുരുതരമാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവർ. അതിനിടെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ എന്ന വിവരം കൂടിയുണ്ട്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിലാണ് മഴ പെയ്യുന്നത്. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി, ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ പെട്രോൾ പമ്പ് വെള്ളത്തിനടിയിലായി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മഴ തുടരുകയാണോ? അനുജ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇരുണ്ടുമൂടിയ കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ അതിശക്തമായ മഴയായിരുന്നു വടകര, കൊയിലാണ്ടി, പയ്യോളി മേഖലകളിൽ ലഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കഴിഞ്ഞ 4 മണിക്കൂറായി ദേശീയപാതയിൽ പയ്യോളിക്ക് സമീപം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതായത് വടകരയിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് വാഹനങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴിയും അല്ലെങ്കിൽ പള്ളിക്കര വഴിയും വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടിൽ, പയ്യോളിയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഒരു ലോറിയും അകപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഇറങ്ങിയാൽ മാത്രമാണ് ഈ വാഹനം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അതിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ വരും മണിക്കൂറുകളിൽ മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് അതുപോലെ തന്നെ തുടരും. വരും മണിക്കൂറുകളിലും ഇതേ പാതയിൽ വെള്ളക്കെട്ട് തുടരുന്നൊരു സാഹചര്യമാണ്, ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ ദേശീയപാതയുടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അതാണ് ഇങ്ങനെ വെള്ളക്കെട്ടിന് ഒരു കാരണമായി ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും എല്ലാ നേതൃത്വത്തിൽ വാഹനങ്ങൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായും ദേശീയപാതയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. അനുജ, കോഴിക്കോട് വിവിധയിടങ്ങളിൽ കനത്ത മഴ, ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.